ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു ഒഴിക്കാൻ കറിയും ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലൊരു തോരനുമാണ്. കർക്കിടക മാസത്തിൽ മുരിങ്ങയില കൂട്ടിക്കൂടാമെന്നാണ് പറയുന്നത്. ഇത് കർക്കിടകം 1 പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് പറയുന്നതെന്ന്. എന്തായാലും ഞങ്ങളെടുക്കുന്ന വൈറ്റമിൻ എയും പ്രോട്ടീനും കാൽഷ്യം എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ കൊമ്പൊടിഞ്ഞ് വീണപ്പം പിന്നെ ഇതിനെ കളയുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഞങ്ങളിത് കറി വെക്കുന്നു. ഒരു പ്രശ്നവുമില്ല കർക്കിടകത്തെ മുരിങ്ങയില കൂട്ടിയാൽ. ഇത് ചെറിയ മുരിങ്ങയില. ചില മുരിങ്ങയുടെ ഇല വലുതായിരിക്കും. അപ്പോഴതിനെ ചിലർ കത്തി വെച്ച് അരിയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അഥവാ വലിയ ഇലയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചേ ഇടാവുള്ളൂ. കത്തി വെച്ച് അരിഞ്ഞാൽ കഴിക്കുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ പിച്ചിയിടണം. അതുപോലെ പഴുത്ത ഇല എല്ലാം പറക്കി കളയണം. പിന്നെ ചിലന്തി വലയുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. ചില മാസങ്ങളിൽ പുഴുക്കും, ഇല പുഴുക്കും, പച്ച കുഞ്ഞു പുഴുക്കൾ കാണും. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഇതെടുക്കാൻ. ഞാനിന്ന് ആദ്യമായിട്ട് തോരനാണ് വെക്കാൻ നോക്കുന്നത്. ഒട്ടും കട്ട കെട്ടാതെ എങ്ങനെയാണ് തോരൻ വെച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിതിനോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിലിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 2 മുളകും കൂടെ. ഉള്ളി മൂത്ത് ഇനി ഇതിലോട്ട് അരപ്പെല്ലാം ഇട്ട് കൊടുക്കണ്ടേ. ഈ ഊരി വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ ഈ ഇലയൊന്ന് മൊരിയുമ്പോൾ ഒട്ടും കഴിക്കില്ല. എത്ര കഴിക്കുന്ന എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളും ഇത് വാങ്ങിച്ച് കഴിക്കും. ഒട്ടും കഴിക്കില്ല. നല്ല ടേസ്റ്റാണ്. അത് തന്നെയല്ല, ഇങ്ങനെ ആവുമ്പോൾ പിന്നെ കട്ട കെട്ടത്തുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പിൽ ഒരു വറ്റൽ മുളകും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും കൂടെ ചേർത്ത് ഒതുക്കിയെടുത്തതാണ്. ഇത് ഉപ്പ് നീരാ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ തോരൻ വെക്കുമ്പോഴേ ഇല ഇങ്ങനെ കട്ട കെട്ടി കൂടിയിരിക്കും. അതിലിച്ചിരി കഴിക്കും. പക്ഷെ മുരിങ്ങയില കഴിക്കണം. എന്നാലും ഇങ്ങനെ വെക്കുമ്പം ഈ ഇലകളൊന്നും കട്ട കെട്ടത്തില്ല. കണ്ടോ, നമ്മുടെ ഇത് കട്ട കെട്ടിയിട്ടേ ഇല്ല. അരപ്പും ഇലയും ഒരുപോലെ ആയിരിക്കുന്നു. ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഉപ്പ് നീര് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി. ഇനി നമുക്ക് മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കുന്നൊരു കറി നോക്കാം. അത് മുരിങ്ങയില മാത്രം ഇട്ടാണ്. അതിനകത്ത് പയറോ മറ്റൊന്നും ചേർക്കത്തില്ല. ചട്ടി ചൂടായി. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇതിലോട്ട് ഉള്ളി. രണ്ട് പച്ചമുളക്. നമ്മൾ ഇതിൻ്റെ അരപ്പിൽ മുളകൊന്നും അരച്ചിട്ടില്ല, മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല. ഈ പച്ചമുളക് ഇതിലിട്ടൊന്ന് വഴക്കാം.
ഉള്ളിയും മുളകെല്ലാം മൂത്തു. ഇതിലോട്ട് കുറച്ച് നല്ലതായിട്ട് ഒരു പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഈ മുരിങ്ങയില വാടിയ പോലെ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഉള്ളിയും മുരിങ്ങയിലയെല്ലാം മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മാത്രം ചേർത്തിട്ട് ശകലം മഞ്ഞളും കൂടെ ചേർത്തതാണ്. ഇതിനകത്ത് പുളിയൊന്നും വേണ്ട. ഇത് ഇച്ചിരി തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇത് തിളക്കരുത്. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ആവി വന്നു തുടങ്ങി. ഇത് ഇനി നമുക്ക് വാങ്ങാം.